യേശുവിൻ്റെ രക്തത്താൽ ചെയ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഗ്ലോറി 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 ഗ്ലോറി. ആമേൻ. ഹല്ലേലൂയ. സ്വർഗീയ ദൈവത്തിൻ്റെ തങ്കത്തിരുകരൻ ഈ പകലിൽ അത്ഭുതത്തിനായി തീരുവാൻ ശക്തിയുടെ കരം അനുഗ്രഹത്തിനായി തീരേണ്ടതിന് ദാവീദിന്റെ കരുണയുടെ കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ കടന്നു വരുന്നു. സ്വർഗീയ ദൈവത്തിന്റെ ആമേൻ മാറാത്ത സാന്നിധ്യം കൊണ്ട് മറക്കേണ്ടതിനായും നിറയ്ക്കേണ്ടതിനുമായി പ്രാർത്ഥിക്കുന്നു. വല്ലവൻ കൂടിയിരിക്കുകയും അനുഗ്രഹിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ഈ സന്ധ്യയുടെ യാമത്തിൽ മകനെ വർഷിപ്പ് സെന്ററിന്റെ പിതാവേ ഹാലലിയ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ചെറു സന്ദേശവുമായി കടന്നു വരുവാൻ കർത്താവ് ഒരു ഭാഗ്യം തന്നു. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. അനേക ജീവിതങ്ങളിൽ സന്ധ്യയുടെ യാമത്തിൽ ക്ഷീണിപ്പിക്കുന്ന രോഗത്തിന്റെ അനുഭവങ്ങളും ഭാരപ്പെടുത്തുന്ന അവസ്ഥകളും മാനസികമായ ക്ലേശങ്ങളും നിമിത്തം ഭാരപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കർത്താവ് തന്റെ ഭക്തന്മാരെ കാത്ത് പരിപാലിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത് ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു. ഈ സന്ധ്യയുടെ യാമത്തിൽ ഈ സന്ദേശം ശ്രവിക്കുവാൻ തക്കവണ്ണം താല്പര്യത്തോടെ കടന്നു വരുന്ന ഏതെല്ലാം ജീവിതങ്ങളുണ്ടെങ്കിലും കർത്താവിന്റെ മാറാത്ത കൃപ സകലരെയും ഒരുപോലെ മറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥനയോടെ കടന്നു വരുന്നു. ആമേൻ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം പറയുന്നു. ആമേൻ. സ്വാഗതം അരുളുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഓരോ ദിവസവും ദൈവവചനം ഓരോ ജീവിതങ്ങൾക്കും അനുഗ്രഹവും ഉയർച്ചയും വിടുതലും മറുപടിയൊക്കെ നൽകുന്നു എന്നുള്ളത് അറിയുവാൻ പലപ്പോഴും അവിടുന്ന് ഇടയാക്കി തീർക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യത്താൽ പരിപാലിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ സന്ധ്യയുടെ യാമത്തിൽ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കാൻ ഇടയായി തീർന്ന ദൈവത്തിന്റെ വചനം റോമാ ലേഖനത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവും ആകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഒരിക്കൽ കൂടെ വാക്യം വായിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവം ആമേൻ. ഹല്ലേലൂയ തന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കായി നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല രാത്രി ഓർത്ത് വാഴ്ത്തുന്നു. ഈ സന്ധ്യയുടെ യാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ പലവിധമാകുന്ന പ്രതിസന്ധികൾക്ക് നടുവിലൂടെ ജനം കടന്നു പോകുന്നു. ആമേൻ. പലർ സമാധാനമറ്റവരായി പലരും ആയിരിക്കുമ്പോഴവിടെയും സ്വസ്ഥതയോട് സമാധാനത്തോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ മക്കളെ അംഗീകാരം കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയോർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ധ്യയുടെ യാമത്തിൽ തിരുവചനം ഘോഷിക്കുവാൻ വേണ്ടതായ ദൈവശക്തികളെ പിന്നെ നൽകുമാറാകണമേ കർത്താവേ. ഇത് അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരട്ടെ. അവിടുത്തെ അത്ഭുതത്തിന്റെ ശക്തിയെക്കുറിച്ച് ഓർക്കുവാൻ കേൾക്കുവാൻ എല്ലാ ജനത്തെ ഒരുപോലെ ബലപ്പെടുത്തേണ്ടതിനുമായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യവും കാവലുമെല്ലാം കൂടെ ഉള്ളത് കൊണ്ടും തിരുസന്നിധിയിൽ നിറയ്ക്കുന്നതിനാലും നിനക്ക് നന്ദി 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 അപ്പ. അവിടുത്തെ കൃപയ്ക്കുള്ള നിറയ്ക്കണമേ. ശക്തി അവിടുന്ന് പകരണമേ. പരിശുദ്ധാത്മാവെ ശക്തിയോടെ ഏഴയുടെ മേലും പകരണമേ.
ശബ്ദം ദൈവശബ്ദമായി തീരട്ടെ. എളിയവന്റെ വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ലാതിരിക്കുമ്പോൾ അവിടുത്തെ വചനം ജീവിപ്പിക്കുന്നതും ചൈതന്യം നൽകുന്നതും വിടുതല് കൽപ്പിക്കുന്നതുമായിരിക്കാൻ സ്തോത്രം. കാര്യങ്ങൾക്കുള്ളിൽ വഹിക്കണം, കൂടിയിരിക്കണം, കാവലായിരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നാമത്തിന് പ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ കർത്താവ് കൃപയാൽ ഇടയാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ദാസിദാസന്മാർ ഈ സന്ധ്യ മുതൽ ദൈവവചനം ഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനിടയായിത്തീരും. അവരിലൊട്ടും ശ്രേഷ്ഠനില്ലായെങ്കിലും ആമേൻ ദൈവവചനവുമായി കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല സാവകാശം, ആയുസ്, ആരോഗ്യം അതെല്ലാം ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ രാത്രികാലം ഇങ്ങനെ ലഭിച്ച സമയം കർത്താവിന്റെ നാമത്തിന് വേണ്ടി അത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. നാം വായിച്ചതായ വേദഭാഗം റോമാലേഖനത്തിൽ നിന്നാണ് നമുക്കിത് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇത് യേശു കർത്താവ് യഹോവയാകുന്ന ദൈവം മോശയോട് അബ്രഹാമിനോട് സംസാരിക്കുന്ന വാക്കുകളായി നമുക്ക് അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ വായിച്ചത് മരിച്ചവരെ ജീവിപ്പിക്കുകയും ജീവനില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവം തന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ സ്തോത്രം അദ്ദേഹത്തെ ഭാഗം മാറിപ്പോയി. തന്റെ ദൃഷ്ടിയിൽ താൻ വിശ്വസിച്ച ദൈവം തന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഈ നല്ല രാത്രിയുടെ യാമത്തിൽ ഈ ഒരു വേദഭാഗവുമായി കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് സ്തോത്രം. ഇവിടെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി ആമേൻ ഹല്ലേലൂയ താൻ വിശ്വസിച്ചവനായ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചാണ് അബ്രഹാം ഇവിടെ ഓർപ്പിക്കാനിടയായി തീർന്നത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയതോ, ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ യഹോവയാകുന്ന ദൈവം ആരെയും മരിച്ചവരിൽ നിന്ന് ജീവിപ്പിച്ചതായിട്ട് കാണുന്നില്ല. ആമേൻ ഹല്ലേലൂയ. എന്നാൽ തന്റെ ജീവിതത്തിന്റെ ദൃഷ്ടിയിൽ തന്റെ ചിന്തയിൽ, തന്റെ വിചാരത്തിൽ, തന്റെ ഹൃദയം തന്നെ ബലപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും കേട്ടിട്ടോ അറിഞ്ഞിട്ടോ പോലുമില്ലാത്ത കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു ചിന്തയ്ക്ക് കർത്താവ് വഴിയൊരുക്കുന്നവനായ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മാഹാത്മ്യത്തെയും ദൈവത്തിന്റെ അതിശയ പ്രവൃത്തികളെയും എല്ലാം തന്റെ ജീവിതത്തിൽ അത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്കിതിലൂടെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ഞാൻ വിശ്വസിച്ചതായ ദൈവം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിനെന്ന അവിടെ എഴുതിയിരിക്കും. അപ്പൊ ദൈവം തന്റെ ചിന്തയിൽ, ദൈവം തന്റെ ദൃഷ്ടിയിൽ ദൈവം ചിന്തിച്ചതും കണ്ടതും ഹല്ലേലൂയ നിരൂപിച്ചതുമെല്ലാം അബ്രഹാമിന് മനസ്സിലായി. ദൈവം ഒന്ന് കണ്ടിട്ട് അത് വിചാരിച്ചിട്ട് അതുപോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൃഷ്ടിയിൽ മുന്നമേ കണ്ടിരിക്കുക അബ്രഹാം സകല മാനവജാതിക്കും പിതാവാകണമെന്ന്. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. വിളികേട്ടിറങ്ങിയ അബ്രഹാമിന്റെ ജീവിതത്തിൽ അന്ന് വരെ ഒരു തലമുറ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് തന്നോട് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നീ ബഹുജാതികൾക്ക് പിതാവായി തീരുമെന്നൊക്കെ എന്ന് നമ്മളൊക്കെ പറയുമെങ്കിൽ നാം അന്നേരം അത് പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഹാലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ചിരിച്ചിട്ടുണ്ട്, തന്റെ ഭാര്യയെ ചിരിച്ചിട്ടുണ്ട്. അബ്രഹാം കമന്ന് കിടന്ന് ചിരിച്ചെന്നൊക്കെ തിരുവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. എങ്കിലും തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ചിന്തയെ, ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് തന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ അവനെ നിയമിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അബ്രഹാം ആശ്ചര്യത്തോടെ
ആ ദൈവത്തിന്റെ അരുളപ്പാടുകളെ സ്വീകരിച്ചിട്ടുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പലതും കേട്ടിട്ടും കണ്ടിട്ടും ഏറ്റെടുക്കാൻ പഠിക്കുന്ന ജീവിതങ്ങളെ പലപ്പോഴും നമ്മോട് ദൈവം സംസാരിക്കാറുണ്ട് ഇതേപോലെ തിരുവചനത്തിലൂടെ. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യത എന്തെന്ന് ഗ്രഹിപ്പാൻ കഴിയാതെ വരുമ്പോൾ നമുക്കത് പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് നാം കടന്നു പോകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ മുൻപിൽ മുൻവിധിയല്ല ആവശ്യം. ശരിയായും ദൈവത്തിന്റെ സന്നിധിയിൽ താണിരുന്നു കൊണ്ട് അത് കേട്ട് ഏറ്റെടുത്ത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അടുത്ത് ചെല്ലാൻ തയ്യാറാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാനിടയായിത്തീരും. നമുക്കറിയാം, ലോക സൃഷ്ടി അതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്നാണ് ലോകത്തെ ദൈവം സൃഷ്ടിച്ചത്. ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, കോടി 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 വർഷങ്ങൾ. ആയിക്കോട്ടെ, അതിനൊന്നും വേദപുസ്തകം എതിര് പറയുന്നില്ല. ചില ദിനോസറുകളുടെ അസ്ഥികൂടങ്ങളൊക്കെ കണ്ടിട്ട് പറയും 4 കോടി 5 കോടി 25 കോടി വർഷമൊക്കെ പഴക്കമുണ്ടെന്ന് പറയും. അതിനൊന്നും എതിര് പറയുന്നില്ല. ശരിയാണ്, അങ്ങനെയൊക്കെ അക്കാലഘട്ടത്തിലൊക്കെ നിർമ്മിച്ചതായിരിക്കും, ഭൂമി സൃഷ്ടിച്ചതായിരിക്കണം. പക്ഷേ അത് മനുഷ്യവാസ യോഗ്യമല്ലാത്തത് കൊണ്ട് ദൈവം തന്നെ അതിനെ ഇല്ലായ്മ ചെയ്ത്. അന്നത്തെ ദിനോസറുകളൊക്കെ അത്ര വലിയ ശക്തിയുള്ളതും അത്ര വലിയ അസ്തുകൂടമൊക്കെ ഉള്ളതായിരിക്കണം. ശരിയാ, മനുഷ്യന്റെ കണ്ടുപിടുത്തത്തെ ഒന്നും ദൈവം അത് നഷ്ടമാക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്തായിരുന്നാലും ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ അവസാനമായിട്ട് ഇന്ന് വരെയുള്ള കാലഘട്ടം നമുക്കറിയാം, അത് വാസയോഗ്യമായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെല്ലാം അവന്റെ വാക്കുകളിൽ നിന്നുള്ളതായതാണ്. കരങ്ങളാൽ മെനഞ്ഞതല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരങ്ങളാൽ മെനഞ്ഞത് മനുഷ്യനെ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. മറ്റതെല്ലാം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ഉരുവായിട്ട് അല്ലെങ്കിൽ ഉളവായി തീർന്നതാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പിതാവായി തീരുവാൻ ദൈവത്തിന് സ്തോത്രം അങ്ങനെ എഴുതി വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ സകല മാനവ വർഗത്തിന്റെ ഒരു പിതാവായി വരത്തക്ക വിധത്തിൽ ഒരു വാക്ക് അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആ വാക്കുകളെയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് നമുക്കിവിടെ പൂർണ്ണമായ ഒരു വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് എങ്ങനെയാണ് വെളിപ്പെട്ടതെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ടാണ് ഈ പകലിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് ഈ ഹല്ലേലൂയ ഫേസ്ബുക്കിന്റെ ഈ ഗ്രൂപ്പിലൂടെ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് ഇടയാക്കി തീർത്തത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മോശയുടെ ചിന്തയിൽ, മോശയുടെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇവിടെ ദൈവം സകലത്തെയും വിളിച്ചു വരുത്തിയിരിക്കുന്നതെന്നാണ് അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് വിളിച്ചു വരുത്തണമെന്നോ, ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കണമെന്നോ, ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് മെനഞ്ഞെടുക്കണമെന്നോ താല്പര്യപ്പെട്ടാൽ അത് ആ സമയം തന്നെ അത് സാധ്യമായി തീരും. അതിനെ തടസ്സം നിൽക്കുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല. ദൈവം അങ്ങനെയാണ് ചെയ്യുന്നത്. അതെല്ലാം ദൈവം വിളിച്ചു വരുത്തിയതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ പ്രതികൂലങ്ങൾ കണ്ട് പിന്മാറുന്ന ഒരു അനുഭവമല്ല ദൈവത്തിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താണ് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്നത് എന്തോ അത് ദൈവം ചെയ്യുവാൻ, ദൈവം എന്ത് വിളിച്ചു വരുത്താൻ ആഗ്രഹിക്കുന്നോ അത് ദൈവം വിളിച്ചു വരുത്തുവാൻ ദൈവം താല്പര്യപ്പെട്ടാൽ അത് നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ യാഥാർത്ഥ്യമായി മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ വരുന്നു എന്ന് വരിച്ചുകൊണ്ട് പിന്മാറി പോകുന്നവനല്ല ദൈവമെന്ന് നമുക്ക് ആ ഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ കാലത്ത് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റതായിട്ടൊന്നും അബ്രഹാം കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും അബ്രഹാം പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അത്രമാത്രം വ്യതിയാനങ്ങൾ വന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
അവൻ 12-ാമത്തെ അധ്യായ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ചെല്ലുമ്പോൾ അബ്രഹാം വലിയവനാകുന്നു എന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ദൈവശബ്ദം അവൻ കേൾക്കുന്നതായി കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അബ്രഹാം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് തന്നെ ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ അവൻ പൂർണ്ണമായി തന്റെ മനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായി കാണാം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ധ്യയാമത്തിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് കണ്ടുകൊണ്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിങ്ങളോട് സംസാരിക്കാൻ അടുത്തു വരുന്ന നമ്മുടെ ദൈവത്തെ കാണാം, നമ്മുടെ കർത്താവിനെ കാണാം. അവൻ നമ്മോട് സംസാരിക്കും. അവന്റെ ശബ്ദം നാം കേൾക്കുന്നത് പോലെ ഗംഭീരനാദമൊന്നുമല്ല, അവൻ പാറകളെ പിളർക്കുന്ന ശബ്ദമല്ല. നമ്മോട് സംസാരിക്കുമ്പോൾ അവൻ ശാന്തമായ സ്വരത്തിൽ സൗമ്യമായ രീതിയിൽ അവൻ നമ്മെ വിളിക്കും. മകനെ, മകളെ, ദാസനെ, കുഞ്ഞെ, ഹല്ലേലൂയ എന്നെല്ലാം വിളിച്ച് അവൻ നമ്മോട് സംസാരിക്കും. അവന്റെ ആ ഇമ്പമാർന്ന സ്വരം കേൾക്കുമ്പോൾ തന്നെ ഏതെല്ലാം പ്രതികൂലത്തിന്റെയോ വേദനകളുടെയോ നടുവിലായിരിക്കുന്നെങ്കിലും ആ ശബ്ദത്തിന്റെ നടുവിൽ നാം നമ്മുടെ ഉള്ളം തണുത്തിട്ട് എല്ലാ ഭാരവും വിട്ടുപോയി ആശ്ചര്യമായി തീരുന്നൊരു അനുഭവമുണ്ട്. ചിലരൊക്കെ പറയുന്നത് ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് കുളിര് കോരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആയിക്കൊള്ളട്ടെ, അവരോട് സംസാരിച്ച ആ രീതി, ആ അനുഭവങ്ങളാണ് അവർ പങ്കുവച്ചത്. പ്രൈസ് ദി ലോർഡ്. സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ നീ അതിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് താല്പര്യമുണ്ട് നമ്മോട് സംസാരിക്കാൻ. നാം അത് ഏറ്റെടുക്കുകയും അതിൽ നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് മാത്രമല്ല ദൈവം സംസാരിച്ചത്, തന്റെ മകനായ യാക്കോബിനോടും സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതേപോലെ തന്നെ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിനോട് സംസാരിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അവൻ ദാവീദിനോട് സംസാരിച്ചിട്ടുണ്ട്. പോട്ടെ, ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകനോട് സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ വിചാരിക്കുന്നത് ശമൂവേൽ ഒരു കൊച്ചു ബാലകനായിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്തോത്രം അവനോട് സംസാരിച്ചത്. അതാണിങ്ങനെ ദൈവത്തോട് ആവശ്യപ്പെടുക. പല പ്രാവശ്യം വിളിച്ചപ്പോൾ ഒരിക്കൽ താൻ ഇങ്ങനെ പറഞ്ഞു, യഹോവേ അരുൾ ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, നിന്നെ വിളിക്കുമ്പോ നീ ഒന്ന് കേൾക്കാൻ തയ്യാറായിട്ട് ഒന്ന് കാതോർത്ത് ദൈവത്തോടൊന്ന് സംസാരിക്കാമോ? സംസാരിക്കാൻ സാധിക്കും. ദൈവം നിന്നോടും സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ വേദനകളെല്ലാം അവനറിയും, ഭാരമെല്ലാം അവനറിയും. കഷ്ടമെല്ലാം അറിഞ്ഞുകൊണ്ട് കർത്താവ് അതിൽ നിന്നൊക്കെ വിടുവിപ്പാൻ മതിയായവന്. അപ്പൊ ഈ 15-ാം അധ്യായത്തിലേക്ക് 12-ാം അധ്യായത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അബ്രഹാമിന് വിളി നമുക്ക് കാണാം. അവന് നൽകിയിരിക്കുന്ന വലിയ വാഗ്ദത്തങ്ങളെ നമുക്ക് കാണാം. അങ്ങനെ ആ വാഗ്ദത്തങ്ങളൊക്കെ നൽകുമ്പോൾ തനിക്ക് 75 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാ തലമുറകളില്ലാതിരിക്കുന്ന ഒരു സമയം. തന്റെ ഭാര്യയായ സാറായിക്കും 65 വയസ്സുണ്ട്. ഹല്ലേലൂയ. അന്ന് ഇവരെ ദൈവത്തിന് സ്തോത്രം തലമുറകളില്ലാത്തൊരു കാലഘട്ടത്തിലാണ് അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നത്. അന്നാ പറയുന്നത് നീ ബഹുജാതികൾക്ക് പിതാവാകുമെന്നൊരു ആ തലമുറ ഇല്ലാതിരിക്കുന്നവരോട് അത് പറയുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി നൽകി തരാൻ കർത്താവ് ശക്തനാണ്. ഒരു സഹോദരൻ വിവാഹം കഴിഞ്ഞ് വന്നതിന്റെ 1 മാസം കഴിഞ്ഞപ്പോൾ വഴിയിൽ വെച്ച് എന്നെ കണ്ട് പ്രൈസ് ദി ലോർഡ് ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ പറഞ്ഞു, കർത്താവിതാ നിനക്ക് വേണ്ടി ഒരു തലമുറയെ ഒരുക്കി തരുന്നുണ്ട്. നിന്റെ ഭാര്യ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും. പിറ്റേ മാസം എൻ്റെ അടുക്കൽ വന്നിട്ട് വഴിയാത്രയിൽ താനിങ്ങനെ ഹല്ലേലൂയ വഴിയാത്രയിൽ വെച്ച് എന്നെ കാണുക. വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, ദേവദാസിനെ വണ്ടിക്കകത്ത് കാണണം. ഞാൻ ചോദിച്ചു, അതെന്താ കാര്യം? പറഞ്ഞ ആലോചന പോലെ ഒരു സംഭവമുണ്ട്. ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വരികയാണ്. ദേവദാസിനെ കാണാൻ ആഗ്രഹിച്ചാ വന്നത്. ഏതായാലും വഴിയിൽ വെച്ച് കണ്ടത് നന്നായി. ഞാൻ ചോദിച്ചു, എന്ത് പറഞ്ഞു? ഏതാണ്ടൊക്കെ വിശേഷമുണ്ടെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. വണ്ടിയിൽ കയറാൻ പറഞ്ഞു. കയറി. ഞങ്ങൾ 3 പേരും ആ വണ്ടിക്കുള്ളിലിരുന്നു.
എന്റെ അടുത്ത് പറഞ്ഞു തന്റെ ആ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ അതുപോലെ ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. കഴിഞ്ഞ 5 മാസത്തിന് മുമ്പ് ഇതുപോലൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഉദയത്തിൽ ഒരു പെൺകുഞ്ഞ് ആമേൻ വളർന്നു വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരത് ഏറ്റെടുത്തു. അവൻ പറയട്ടെ, ആലോചന ഒന്നും തള്ളിക്കളഞ്ഞില്ല. ഏറ്റെടുത്തത് കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി പരിശോധിച്ചിട്ട് സ്കാൻ ചെയ്തേച്ച് വന്നേച്ച് പറഞ്ഞു 5ാമത്തെ മാസത്തെ സ്കാനിങ് ആണ്. ആമേൻ. ഹല്ലേലൂയ. ഡോക്ടർ ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, വൈകല്യങ്ങളൊന്നുമില്ലാത്ത ബുദ്ധി ശക്തിയുമുള്ള ദൈവകൃപയിൽ വളരുന്ന ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ആമേൻ ഫോണിൽ കൂടെ വിളിക്കാനിടയായി തോന്നുന്നു. കാരണം ഞാന് കോട്ടയത്തിന്റെ പ്രദേശത്തിൽ ഇപ്പൊ ആന്ധ്രയുടെ പ്രദേശത്താണ്. എങ്കിലും അവർ ഏറ്റെടുത്തതാ പറഞ്ഞത്. ഹല്ലേലൂയ. ഇവിടെ 65ഓ 75ഓ അല്ല ഇവിടെ. ആമേൻ. ഇവിടുത്തെ വിഷയം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഞാനിങ്ങനെ ഓർക്കുന്ന കോട്ടയത്ത് TV കവലയുടെ താഴെ ഒരു മുസ്ലിം സഹോദരൻ ഞാനിങ്ങനെ പലപ്പോഴും ആ ഭാഗത്തോടെ പോകുമ്പോൾ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഞങ്ങൾക്ക് തലമുറയില്ല, പ്രാർത്ഥിക്കുമോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ പ്രായമൊന്നും ചോദിക്കാറില്ല അവരോട്. എത്ര വയസ്സായത്? അബ്രഹാമിന് 100ാമത്തെ വയസ്സിലൊരു തലമുറ കൊടുത്തവനാ ദൈവം. പിന്നെ നമ്മൾ ഇവിടെ പ്രായം ചോദിക്കാൻ പോകും. ഏതായിരുന്നാലും പറയട്ടെ, ആമേൻ. 60 വയസ്സ് 61ാമത്തെ വയസ്സിൽ ആ സഹോദരി ഒരു ഇരട്ടക്കുട്ടിയെ പ്രസവിച്ചു. ഇരട്ടക്കുട്ടികളെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നാട്ടുകാർക്കും സ്വന്തക്കാർക്കും ഒക്കെ അത്ഭുതമായി പോയി. ആമേൻ. ഒരു പക്ഷേ അവരുടെ ആൾക്കാരോ അയൽവക്കക്കാരൊക്കെ ഇത് കേൾക്കുന്നവരുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന് സാരം, ദൈവം നമ്മുടെ വാക്ക് പാഴ്വാക്കായിട്ടല്ല, ഒരു ദൈവദാസൻ എന്ന് കണ്ടുകൊണ്ട് എന്നെ വിളിച്ച് നിർത്തി തന്റെ വിഷയങ്ങളെ പറഞ്ഞതാ. ദൈവത്തിന് സ്തോത്രം. അവൻ എനിക്കും അത് കേട്ടപ്പോൾ അത്ഭുതമായി. എന്റെ സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കിയ ഡോക്ടർമാര്, ഗൈനക്കോളജിസ്റ്റ് അവരെ പരിശോധിച്ച് അവർക്ക് വേണ്ടതായ ട്രീറ്റ്മെന്റ് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവർ ഈ തേങ്ങ മേടിച്ചു കൊണ്ടുവന്നത് പൊതിച്ച് നാളികേരമായിട്ട് വിൽക്കുന്നവരാണ്. വെറുതെ ഇരിക്കാൻ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് റെസ്റ്റ് എടുക്കാൻ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. എനിക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ ഒക്കില്ല. കാരണം ഞാൻ ചെയ്യുന്ന തൊഴിൽ അതുപോലെയാണ്. പറയട്ടെ. ഹല്ലേലൂയ. അവര് റെസ്റ്റ് ഒന്നും എടുത്തില്ല. കൃത്യം സമയമായപ്പോൾ ആശുപത്രിയിലേക്ക് ചെന്ന് കയറി. ആമേൻ. വാർഡിലേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് ലേബർ റൂമിൽ ചെന്ന് ആമേൻ 15 മിനിറ്റ് കൊണ്ട് പ്രസവം കഴിഞ്ഞ് 2 കുട്ടികളെ കിട്ടി. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ആ വാർത്ത അറിഞ്ഞു. ഇന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എങ്കിലും ഞാൻ അറിഞ്ഞ് ചെന്ന് കണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിന്റെ പ്രവർത്തിക്ക് പ്രായമൊരു പരിധിയില്ല. ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിക്കുവാൻ ശക്തിയുണ്ട്. അവൻ അബ്രഹാമിന്റെ 75ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനോട് ഈ വാഗ്ദത്തം നൽകുന്നത്. സാറായിക്ക് 65 വയസ്സും. ആമേൻ. തങ്ങൾക്ക് ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. തലമുറകൾ ഇല്ലാത്തൊരു കാലത്ത് ഈ ദൈവശബ്ദം അവരുടെ കാതുകളിൽ കേൾക്കാനിടയായി തീർന്നു. പറഞ്ഞത് ദൈവമാ. ഒന്നുമില്ലാത്തടത്തു നിന്ന് എല്ലാത്തെയും വിളിച്ചു വരുത്തി സൃഷ്ടിച്ച ദൈവമാ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവന്. ആമേൻ. ആകാശമണ്ഡലങ്ങളിലെ സകല ആമേൻ ഹല്ലേലൂയ ഗോളങ്ങളെ സൃഷ്ടിച്ച് നിർത്തിയിരിക്കുന്നവനായ കർത്താവ് ദൈവം. അവൻ ആ വാക്ക് പറഞ്ഞത്. അവന്റെ വാക്കിന്റെ മുമ്പിൽ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറായി അടുത്ത് വരുന്ന ജീവിതങ്ങൾ എത്രയുണ്ടോ അവർക്കെല്ലാം മറുപടി കർത്താവ് തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. 15ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന് തലമുറ ജനിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണമണിയായി തീരും. ആമേൻ. ഹല്ലേലൂയ. 12ാം അധ്യായത്തിൽ വിളികേട്ടിറങ്ങി അബ്രഹാമിന് ദൈവശബ്ദം കേട്ടവൻ അതിൽ ഉറച്ചു നിൽക്കുന്നതായി കാണാം. എന്നാൽ 15ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തനിക്കൊരു തലമുറ ലഭിക്കുന്നു. അത് തന്റെ ദാസിയിൽ നിന്നാണ് ലഭിച്ചത്, സാറായിൽ നിന്നല്ല. നമുക്കറിയാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സാറ തനിക്ക് തലമുറകളില്ലാതെ വന്നത് കൊണ്ട് കനാനിൽ ചെന്ന് കഴിച്ചപ്പോൾ കനാൻ ദേശത്ത് ആ മര്യാദ മനസ്സിലാക്കിയിട്ട്
തന്റെ ദാസിയെ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തതായി കാണാം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാമിൽ നിന്ന് ഒരു തലമുറ ഉണ്ടാകാനിടയായി. താൻ പ്രായാധിക്യത്തിലാണ്, നിർജീവമായ ശരീരമാണ്, ആമേൻ, ഇനി തലമുറ ഉണ്ടാകത്തില്ല എന്നെല്ലാം കരുതിക്കൊണ്ട് കടന്നു പോകുന്ന അബ്രഹാമിന് 75-ാമത്തെ വയസ്സിൽ ഒരു തലമുറ കിട്ടി. അപ്പോഴവിടെ ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി. അബ്രഹാമെ, മാനുഷികമായ ചിന്തയോ മനുഷ്യന്റെ കണക്കുകൂട്ടലോ പ്രായം ഇവിടെ വിഷയമല്ല. ആമേൻ, എന്റെ പ്രവൃത്തിക്ക്, എന്റെ വാക്കിന് മുമ്പിൽ ആമേൻ, നിന്റെ ശരീരം, നിന്റെ ആമേൻ ഹല്ലേലൂയ മേനി നിർജീവമല്ലെന്ന് തെളിയിക്കുവാൻ ഒരു അവസരം ഞാൻ നിനക്ക് മുമ്പിൽ വെച്ചു തന്നതാ, നീ അത് മനസ്സിലാക്കിയല്ലോ എന്ന് ആമേൻ ഹല്ലേലൂയ അബ്രഹാം ഓർത്ത് സന്തോഷിച്ചു. ദൈവശബ്ദത്തിന് മുമ്പിൽ അവനായി. ആമേൻ. അങ്ങനെ ഒരു ഇസ്മായിൽ തനിക്ക് ലഭിപ്പാൻ തക്കൊണ്ട് വെടിയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് നീ നിൽക്കുന്നുവെങ്കിൽ അവൻ ദൈവം പറഞ്ഞ വാക്കുകളൊന്നും മാറത്തില്ല. അവൻ വാഗ്ദത്തം ചെയ്തവനാണ്. അവന്റെ വാഗ്ദത്തത്തിന് അവൻ നിവർത്തി വരിക തന്നെ ചെയ്യും. അവൻ ഹല്ലേലൂയ. ഞാനിങ്ങനെ പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തോട് പറയാറുണ്ട്. പല ദർശനങ്ങളും കണ്ട്, പല ആലോചനകളും, പല വാഗ്ദത്തങ്ങളൊക്കെ മാനുഷികമായി പലരിൽ നിന്ന് കേട്ടതാ. എങ്കിലും ഞാൻ അതിനെയൊന്നും തള്ളിക്കളഞ്ഞില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ തള്ളിക്കളയും. ആമേൻ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ദൈവം തരുന്ന ആലോചനയും അല്ലാതെ തരുന്ന പ്രവാചകന്മാരുടെ സ്വയമായുള്ള ആലോചന അറിയും. ദൈവികമാണെങ്കിൽ നിശ്ചയമായിട്ടും അത് വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മാനസാന്തരപ്പെട്ട അന്ന് രാത്രിയിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ വന്നിങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് താനിങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ രണ്ടുപേരാണ്, ഞാനും ഒരു പോലീസുകാരന്റെ മകനും കൂടെ നിൽക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ശക്തി പ്രാപിച്ചിങ്ങനെ നിറഞ്ഞുകൊണ്ട് കൈയടിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അഭിഷേകം, അതും അന്യഭാഷ അടയാളത്തോടു കൂടി അഭിഷേകം പ്രാപിക്കട്ടെ, ലഭിക്കട്ടെ എന്ന് താൻ പ്രാർത്ഥിച്ചു. ഞാനത് കേട്ട് ഏറ്റെടുത്തു. ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അന്ന് അന്യഭാഷയോടുകൂടെ അഭിഷേകം ലഭിക്കാനിടയായി. ആമേൻ. ലഭിച്ചതൊന്നും നഷ്ടമാക്കിയില്ല. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും പലർക്കും അങ്ങനെ പറ്റുന്നത്, അത് പരിപാലിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും അങ്ങനെ ഓരോരുത്തര് കൃപ കൂടെ വേണം. ഞാനിങ്ങനെ പലരുടെയും വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, എനിക്ക് അഭിഷേകം വേണം, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എനിക്ക് കൃപാവരങ്ങൾ വേണം, എനിക്ക് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദൈവദാസനെ പ്രാർത്ഥിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ആമേൻ. അവർക്ക് കിട്ടുന്നതിൽ എനിക്കെന്താ പോരായ്യ, എനിക്കെന്താ കുറവ്, എനിക്കെന്താ പരിഭവം, ഞാൻ പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ പറയും, ആമേൻ, ഇത് വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ വന്നിട്ട് ഇത്ര നാളായിട്ട് കിട്ടിയില്ല. കർത്താവിന് നാളെ അഭിഷേകം തന്നു എന്നിരിക്കട്ടെ, നാളെ കൃപാവരങ്ങളെ കൊണ്ട് നിറച്ചു എന്നിരിക്കട്ടെ. നിങ്ങളത് കാത്തു പരിപാലിക്കുമെന്ന് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുമോ? ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് എല്ലാവരെയും നിറയ്ക്കാൻ, എല്ലാവരെയും പരിപാലിക്കുവാൻ, എല്ലാവരെയും നടത്തുവാൻ താല്പര്യമുണ്ട്. പക്ഷേ അത് ഏറ്റെടുത്തിട്ട് ലഭിച്ചിട്ട് അതുപോലെ അതിനെ പരിപാലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആമേൻ, നാളെ നമ്മൾ കുറ്റക്കാരാണ്. അത് വരരുത്. ഞാനതങ്ങനെ ചോദിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പറയുന്ന മറുപടി, ഞങ്ങൾ ചെയ്യും, പക്ഷെ ജോലി കൂടുതലാണ്, ഓട്ടമാണ്, നടപ്പാണ്. ദൈവത്തിന് സ്തോത്രം. കാണുന്നത് ഇതേ ഓട്ടത്തിന്റെ നടപ്പിന്റെ എല്ലാം നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീരെന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ട് അതിൽ നിൽക്കുന്ന ദൈവമക്കളെ അതിൽ ഉറച്ച് ആമേൻ, ഹല്ലേലൂയ, അതിനുവേണ്ടി നിൽക്കുന്നവൻ വഴിയെ പോകുമ്പോഴും ദൈവത്തിന്റെ വചനം ഉരുവിട്ടുകൊണ്ടാണ് കടന്നു പോകുന്നത്. ആമേൻ. ചിലരൊക്കെ ഇത് വേദപുസ്തകം വീട്ടിൽ കൊണ്ടുവന്ന് കറണ്ട് ബില്ല് വെക്കാനും ഫോണിന്റെ ബില്ല് വെക്കാനും പാസ്ബുക്ക് സൂക്ഷിക്കാനുമായിട്ട് ഉപയോഗിക്കുന്നത്. ചിലര് ഭദ്രമായിട്ട് അലമാരിയിലോ മേശയുടെ ഡ്രോയിലോ ഇത് മാറ്റി ഇത് പൊടി പറ്റാതെ സൂക്ഷിക്കാനാ വെക്കുന്നത്. അതിനല്ലേ ഇത് കേട്ട് വായിച്ചറിഞ്ഞ്
അതിൽ ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് നിൽക്കാനാ ആമേൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. അതിനെ പരിപാലിച്ചുകൊണ്ട് നിൽക്കുവാൻ നീ തയ്യാറാണെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്നത് അതേപടി നിവർത്തിയാകുക തന്നെ ചെയ്യും. അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ വേദപുസ്തകമില്ലെങ്കിലും ദൈവം കൊടുത്ത ആലോചനകളെ അവൻ തള്ളിക്കളയാതെ ഏറ്റെടുക്കാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, അവന്റെ ആലോചന ഏറ്റെടുത്തുകൊണ്ട് അവന്റെ പ്രമാണത്തിനനുസരിച്ച് അവന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറാണെങ്കിൽ അവൻ നിന്നോട് വാഗ്ദത്തം ചെയ്തതിനെ തരാതിരിക്കില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം 15-ാം അധ്യായത്തിൽ അവന് തലമുറ ലഭിക്കുന്നുണ്ട്. അതിനുശേഷം നാം കാണുന്നത് 17-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ ചിന്തകളെ ഒന്ന് തിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ സാറായിക്ക് 90 വയസ്സും അബ്രഹാമിന് 100 വയസ്സും. സാറായിയുടെ ശരീരം നിർജീവമായി. ശരീരസ്ഥിതിയല്ല സാറായിക്കറിയാം. അബ്രഹാമും പറഞ്ഞു ഇനി അതിനകത്തൊരു ജീവന്റെ തുടിപ്പുണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ അബ്രഹാമിന് 75-ാമത്തെ വയസ്സിലും അവന്റെ ശരീരത്തിന്റെ ആ കഴിവുകളെ കുറിച്ച് അവൻ ദൈവം പ്രകടമാക്കി വെളിപ്പെടുത്തിയത് കൊണ്ട് അവനതിനെ കുറിച്ച് അവൻ യാതൊരു ഭാരവുമില്ല. വയസ്സല്ല ഇവിടെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ആലോചന ഏറ്റെടുക്കുക. നിനക്ക് വേണ്ടി മറുപടി നൽകുന്ന ദൈവത്തെ കാണും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ചിന്ത ഈ രാത്രികാലം. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അവിടെ ദൈവത്തിന്റെ ആലോചന അബ്രഹാമിനോട് ലഭിച്ചത് നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുൾ ചെയ്തിരിക്കുന്നത് പോലെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശരീരത്തിന്റെ നിർജീവാവസ്ഥ അറിഞ്ഞിട്ടും താൻ അത് ഏറ്റെടുത്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ തന്റെ ആ കാലഘട്ടത്തിലെ ശൈലിക്ക് വിരോധമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താനത് അംഗീകരിച്ചു എന്നാ പറയുന്നത്. സ്തോത്രം. ആശയോടെ ഞാനത് സ്വീകരിക്കാനിടയായി തീർന്നു. അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ വിരോധമായിട്ടാണ് ചിന്തകൾ വരുന്നതെങ്കിലും അത് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ആലോചന എന്നിൽ അവൻ ഹല്ലേലൂയ പ്രാപ്തമായി മാറും. നമുക്കറിയാം ദൈവശബ്ദം കേൾക്കുന്ന അബ്രഹാം, ദൈവശബ്ദം കേട്ട സാറായി. മമ്രയുടെ തോപ്പിൽ വെച്ച് ദൂതൻ വന്ന് അവരോട് സംസാരിക്കുക. സാറായി ഇത് കേട്ട് ചിരിച്ചു. ഞാൻ ചിരിച്ചില്ലെന്നൊക്കെ പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവരുടെ മേൽ പകർന്ന അഭിഷേകത്താൽ ദൈവം അവരുടെ പേരിന് പോലും മാറ്റം വരുത്തി. അബ്രഹാമിന്റെ പേര് അതുവരെ അബ്രഹാം എന്നായിരുന്നെങ്കിൽ ഇല്ലേ റൂഹ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം എന്നാക്കി മാറ്റുവാനിടയായി. ഇനി നിന്റെ പേര് അബ്രഹാം എന്നല്ല, നീ അബ്രഹാമായി മാറണം. ആമേൻ. സാറായിയെ നിന്റെ പേര് സാറായി എന്നല്ല, സാറാഹ എന്ന് വരുന്ന റൂഹ ചേർന്നപ്പോഴങ്ങനാക്കി. ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ പേരിന് മാറ്റം വരുത്തുന്ന ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ കണ്ടെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നിന്റെ സന്തതി വണ്ണമാകുമെന്ന് ആമേൻ എന്ന് അരുൾ ചെയ്തിരിക്കുന്ന അതേപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. അവന് ഏകദേശം 100 വയസ്സാകുമ്പോൾ താൻ ആകിയ തന്റെ ശരീരം നിർജീവമായി പോയി. ആമേൻ. അത് സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചു. അവൻ വിശ്വാസത്താൽ എങ്കിലും ക്ഷീണിച്ചില്ല. നമ്മളൊക്കെയാണ് ക്ഷീണിച്ചു പോകും. ദൈവത്തിന്റെ ദാസനംസന്ധി അവர்களுം കാണുന്നുണ്ട്, ആശിഷ് ശിശു കാണുന്നുണ്ട്, രജനീസന്റെ കാണുന്നുണ്ട്. എല്ലാവർക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. നന്ദിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവശബ്ദം കേൾക്കുമ്പോൾ അതനുസരിച്ചൊന്ന് വിശ്വസിച്ചാൽ മതി. ദൈവം അത് സാധ്യമാക്കി തീർക്കും. ഹല്ലേലൂയ. അപ്പൊ ഞാനിങ്ങനെ ഇന്നലെ ഒരു ദൈവദാസൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, പ്രൈസ് ദി ലോർഡ്, കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് അത്രയും വേഗം പാസ്പോർട്ട് എടുക്കുക, വിസ അയച്ചു തരാം, പാസ്പോർട്ട് എടുക്കുക, വിസ അയച്ചു തരാം. ഇന്നലെ എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞ്, ദൈവദാസനെ ഞങ്ങൾക്ക് 4 പേർക്ക് സ്നാനപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. ഇത് ഈ സന്ദേശം അവർ കേൾക്കാതിരിക്കില്ല. കാരണം ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, അവരും ഈ ലൈവിൽ കടന്നു വരുന്നവരാ. എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ 4 പേര് സ്നാനപ്പെടാൻ താല്പര്യപ്പെട്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞത്
അത് ദൈവദാസന്റെ കൈക്കഴിഞ്ഞ് സ്നാനപ്പെടണമെന്നാണ്. പിന്നെ പറഞ്ഞൊരു വാക്ക് യോർദാനിൽ മുങ്ങണമെന്നാണ്. ആമേൻ, ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരി വന്നു. ഹല്ലേലൂയ. എവിടെ മുങ്ങിയാലും ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവൻ ആമേൻ സ്നാനമേൽക്കാൻ ഇന്ന ഇടം വേണമെന്നില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു. ഞാനത് പറഞ്ഞില്ല. എങ്കിലും എന്റെ താല്പര്യം ഒരു 2 മാസത്തിനുള്ളിൽ ആമേൻ ഹല്ലേലൂയ അതിനുള്ള ക്രമീകരണം ഒരുക്കണമെന്ന് എൻ്റെ അടുത്ത് പറയാനിടയായി തീർന്നു. താൻ താമസിയാതെ നാട്ടിൽ വരുമ്പോൾ വന്ന് കാണും, വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് പറയാനിടയായി. ആമേൻ. ദൈവത്തിന്റെ ഒരു വാറ്റത്തം കിടപ്പുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അത് സമയമായി വരുന്നു. എപ്പോഴാണ് ആ വാറ്റത്വത്തിന് പറയാൻ ഞാൻ അതിലൊന്നും നിഷേധിക്കുന്നില്ല. ദൈവത്തിന്റെ മക്കൾ ആരെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാനിതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിന് പറഞ്ഞ കാര്യങ്ങളോട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അനുവദിക്കട്ടെ. അങ്ങനെ സമയമായിട്ട് ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ദൈവവചനവുമായി കടന്നുപോയി അങ്ങനെ ആ ദേശത്ത് പോയൊരു സ്നാനപ്പെടുത്താൻ ഒരവസരം ഞാനിങ്ങനെ ഓർക്കുന്നു. ഹല്ലേലൂയ. പഞ്ചാബിലും ഇതേപോലെ തന്നെ പോയി ആമേൻ 4 പേരെ സ്നാനപ്പെടുത്തി. ഏകദേശം 37 പേരെ ആമേൻ യമുനാ നദിയിൽ സ്നാനപ്പെടുത്തി. ഇതെല്ലാം ദൈവം തന്ന അവസരങ്ങളാണ്. അങ്ങനെ ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടാണ് ദൈവം അയച്ചിട്ട് ഞാനിങ്ങനെ ഡൽഹിയുടെ പ്രദേശത്തോടൊക്കെ നടന്ന ഗാസിയാബാദിന്റെ പ്രദേശത്തോടെ പോകുമ്പോൾ യമുനാ നദിയുടെ തീരത്തോടെ പോകുമ്പോഴൊക്കെ ദൈവമേ നീ എന്നെ കാണിച്ചതാണല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവം ഒരു കാര്യം വെളിപ്പെടുത്താതെ കാണിക്കാതെ അത് ചെയ്യത്തില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യോർദാൻ കണ്ടിട്ടില്ല, യോർദാൻ നദി കണ്ടിട്ടുമില്ല. എങ്കിലും ഹല്ലേലൂയ അവരാഗ്രഹിച്ച് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, നിന്റെ ഹിതമെങ്കിൽ അത് വെളിപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. പോട്ടെ, നമുക്ക് മടങ്ങി വരാം. ഇവിടെ 4:18, 19 വായിച്ചപ്പോൾ നാം കണ്ടത് ആമേൻ അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന അനുഭവമാണ്. നിന്റെ സന്തതി വർണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവർ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചതായി കാണുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അവൻ ഏകദേശം 100 വയസ്സ് ഉള്ളവനാകിയാൽ തന്റെ ശരീരത്തിന്റെ നിർജീവമായ ആ അവസ്ഥ, സാറായുടെ ഗർഭപാത്രം നിർജീവമായിരിക്കുന്നത് അതെല്ലാം വിശ്വാസത്താൽ ക്ഷീണിക്കുമെന്ന് ആമെ പലരും വിചാരിച്ച. പക്ഷേ അബ്രഹാമിനെ സംബന്ധിച്ച് അവൻ ക്ഷീണിച്ചില്ലെന്ന കാണുവാനിടയായി. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വാസത്താൽ ആമെ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു എന്ന കാണുന്നത്. ക്ഷീണിക്കുന്നവരെ, ദൈവശബ്ദം നടക്കുമോ സാധ്യമാകുമോ എന്ന് ചിന്തിക്കുന്നവരെ, നീ വിശ്വാസത്താൽ ഒന്ന് ഉറച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കമാണെങ്കിൽ അവൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാ, ശക്തീകരിക്കുന്ന ദൈവമാ, അവൻ പരിപാലിക്കുന്ന ദൈവമാ, അവൻ വഴി നടത്തുന്ന ദൈവമാ. ദൈവത്തിന്റെ വാക്കുകള് അവൻ ഒരിക്കലും ഇല്ലെന്ന് വരത്തില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. യേശു കർത്താവിന്റെ കാലഘട്ടത്തിലേക്ക് നമുക്ക് വന്നാൽ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 21, 22 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കവിടെ ഹല്ലേലൂയ ശിഷ്യന്മാരുടെ മുൻപിൽ ആമേൻ അനുഭവപ്പെട്ടൊരു അവസ്ഥ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ. അതിനുശേഷം യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ അവൻ ഈ അത്തിയോട് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും. എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി പോകുവാൻ നീങ്ങി കടലിൽ ചാടുവാൻ പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറയാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ ഭാഗം നന്നായി അറിയാം. ആമേൻ. അവൻ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവുമലയ്ക്കരികെ ബെത്സയിദയിൽ കർത്താവ് എത്തിയപ്പോൾ ഹല്ലേലൂയ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അവിടെ കെട്ടിയിരിക്കുന്ന പെൺകഴുതയെ അഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. നമുക്കറിയാം ആ ചരിത്രങ്ങളെല്ലാം.
അവര് പോയി ആ കഴുതി അഴിച്ചുകൊണ്ട് വന്നു. അതിന്റെ ഉടമ ചോദിച്ചു, എന്തിനാണ് ഇതിന്? ആമേൻ. ആരും പറഞ്ഞു, ഗുരുവിന് യേശുവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ മടി കൂടാതെ പറഞ്ഞയച്ചു. ആ ഭാഗമെല്ലാം നാം കാണുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ എന്തെല്ലാം ഏതെല്ലാം നിലകളിൽ നടന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിന്റെ ആ ജൈത്രയാത്ര അവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അനേകരെ അവൻ ദൈവത്തിങ്കിലേക്ക് ആകർഷിച്ചിട്ടുള്ളത് കൊണ്ട് യേശു വരുന്നു എന്നറിഞ്ഞുകൊണ്ട് പുരുഷാരും ആമേൻ മിക്കതും തങ്ങളുടേതായ വസ്ത്രങ്ങൾ വഴിയിൽ നിരത്തി ആമേൻ കാലിൽ ചിലർ മറ്റു ചിലർ വൃക്ഷത്തിന്റെ കൊമ്പുകളെ വെട്ടി വഴിയിലിട്ടു. മുന്നും പിന്നും നടന്ന പുരുഷാരമെല്ലാം ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് വാഴ്ത്തപ്പെട്ടവന് അത്യുന്നതന് ഹോശന്ന എന്നെല്ലാം ആർത്തു വിളിച്ചുകൊണ്ടിരുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവൻ ഗലീലക്കാരനല്ലേ, നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശു ദൈവാലയത്തിൽ ചെന്നു. ദൈവാലയത്തിലേക്ക് അവിടെ ചെന്ന് വിൽക്കുന്നവരെ വാങ്ങുന്നവരെയൊക്കെ പുറത്താക്കി എന്നാ പറയുന്നത്. ഇതും ഇന്നത്തെ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ ദൈവാലയത്തിന് ചുറ്റുമൊക്കെ ഇതുപോലെ കൺവെൻഷൻ വേദികൾക്ക് സമയത്തൊക്കെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഇത് ദൈവാലയത്തിനുള്ളിലാണ് യേശു ചെന്നപ്പോൾ അവിടെയും വിൽക്കുകയും വാങ്ങുകയും ചെയ്തു. അവരെല്ലാം യേശു പുറത്താക്കിയതായിട്ട് കാണും. എന്റെ ആലയം പ്രാർത്ഥനാലയം ആമേൻ ഖാലിൽ എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നുവല്ലോ എന്ന് പറയുവാനിടയായിട്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 14 വാക്യത്തിൽ വായിക്കുമ്പോൾ കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവൻ അവരെ സൗഖ്യമാക്കി. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രൻ ഹോശന്ന എന്ന ദൈവാലയത്തിൽ ആർക്കുന്നത് സ്തോത്രം അങ്ങനെയുള്ള ബാലന്മാരെ മറ്റും കണ്ടിട്ട് അവർ അസൂയപ്പെട്ടെന്നാ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം ഈ കാലഘട്ടം സ്തോത്രം ദൈവവചന ഉറക്കെ പ്രസ്താവിക്കുന്നിടത്ത് അതിനെ തടയുന്നവരാ. ദൈവത്തിന്റെ പ്രമാണത്തെ വിവരിക്കുന്നിടത്ത് അതിനെ നിഷേധിക്കുന്നവരാ. അതിന്റെ കാര്യമുണ്ടോ? അങ്ങനെ പ്രസംഗിക്കണോ? അത് മറ്റുള്ളവർക്ക് മുറിവേറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. അങ്ങനെ കാണാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇങ്ങനെയുള്ളവരെ വിട്ടിട്ട് യേശുവിന്റെ നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ ആമേൻ ബഥാനിയയിൽ ചെന്നു അവിടെ രാപാർത്തു. രാത്രിയിൽ രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങുന്ന സമയം അവൻ വിശന്നിട്ട് വഴിയരിയെ ഒരു അത്തി നിൽക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. അവൻ യേശുവിന് വിശന്ന് കഴിഞ്ഞ രാത്രിയിലൊന്നും കഴിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തോന്നും വേഷഭൂഷാദികൾ കണ്ട കഴിച്ചിട്ടാ നടക്കുന്നത്. ആമേൻ. ചില മാസങ്ങൾക്ക് മുമ്പ് ആമേൻ 5 വയസ്സുള്ളൊരു കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്തൊരു ഡോക്ടർ കരഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അതിനെ കൊന്നവർക്കോ ബലാത്സംഗം ചെയ്തവർക്കോ ഒന്നും അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഭക്ഷണം കഴിച്ചിട്ട് 4-5 ദിവസം അതിന്റെ വയറ്റിനകത്തൊന്നുമില്ല. ആ അവസ്ഥ കണ്ടിട്ട് ആ ഡോക്ടർ കരഞ്ഞതായിട്ട് പറഞ്ഞു. ഞാനിങ്ങനെ പത്രത്തിൽ വായിച്ച കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 40 വർഷത്തിന് മുമ്പ്, ഒരു കുട്ടിയെ പറഞ്ഞ് അവനന്ന് സ്കൂളിൽ പോയി വിശന്നിട്ടൊന്നും കിട്ടാഞ്ഞിട്ട് ആളുകൾ കൊണ്ട് പട്ടിണിയാണ്, ദിവസങ്ങൾ കൊണ്ട്. ഇന്നത്തെ പോലെ അന്ന് ഉച്ചഭക്ഷണമൊന്നും സ്കൂളുകളിലില്ല. അതിൻ്റെ അടുത്തുള്ളൊരു വീട്ടുകാർ പറഞ്ഞിട മകനെ കുഞ്ഞെ ഇതൊക്കെ 2-3 മാങ്ങ പറിക്കാമോ, നിനക്കും തരാം. അവൻ ചെന്നപ്പോ ഒരു ചെറിയ മാങ്ങ കിടക്കുന്നു, താഴെ കിടക്കുന്നു. അവനതെടുത്ത് കടിച്ചു തിന്നു. അവൻ ആ മാവേ കയറി, വളരെ കഷ്ടപ്പെട്ടാ കയറിയത്. ഒരു കമ്പ് പിടിച്ച് കുലുക്കി മാങ്ങ വീഴുന്ന കൂട്ടത്തിൽ അവനും വീണു. അവൻ അവിടെ കിടന്ന് മരിച്ചു. അവന്റെ ശവം ആമേൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അത്ഭുതപ്പെട്ടു. ആമേൻ ചില ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാത്തവന്റെ വയറ്റിൽ നിന്ന് ആമേൻ ചെറിയ കണ്ണിമാങ്ങയുടെ ആമേൻ കഷ്ണങ്ങൾ കണ്ടിട്ട് ഞാൻ വളരെ വേദനപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഈ കാലഘട്ടം അങ്ങനെ. നമ്മുടെ യേശുനാഥൻ വിശന്നു.
ഞാൻ ആ വിശപ്പ് കൊണ്ട് നടന്നു വന്ന വഴിയെ വഴിയരിയിൽ ഒരു അത്തിവൃക്ഷം കണ്ടു. ആമേൻ അതിന്റെ അടുക്കൽ ചെന്നു. അതിലെല്ലാതൊന്നും കാണായികയാൽ ആമേൻ ഇനി നിന്നിൽ ഒരു നാളും ബലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അതിന്റെ ഇല ഉണങ്ങി, അത് അത്തി ഉണങ്ങിപ്പോ എന്നാ പറയുന്നത്. ഇത് ദൈവസഭയ്ക്കുള്ളിലും ഇതുപോലെയൊക്കെ ഉണ്ട്. വണ്ണവും പെരുപ്പവും തഴുപ്പും കൊഴുപ്പും സംസാരവും അതിന്റെ ശൈലിയൊക്കെ കണ്ടാൽ നല്ല ബലമുള്ളതാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഇതേപോലെയുള്ള ആ അത്തികൾക്ക് സമാനമായ അനുഭവങ്ങളാ. ആമേൻ ഹാലലൂയ. എന്തിനാ നീ ഇങ്ങനെ നിന്ന് സ്ഥലം മെനക്കെടുത്തുന്നത് എന്നുള്ളതാ യേശു ചോദിച്ചത്. അത്രയും സ്ഥലം നിൽക്കണ്ട, അവിടുന്ന് വെക്കണ്ട, നീ പോ, സ്ഥലമുള്ളത് നിൽക്കട്ടെ. നമുക്കറിയാം ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ ഒരു യജമാനൻ ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് ചെന്നു. അവിടെ ഒരു അത്തി നിൽക്കുന്നത് കൊണ്ടു. ഞാൻ ചില വർഷങ്ങളായിട്ട് വന്നപ്പോൾ ഈ അത്തി അവിടെ നിൽപ്പുണ്ട്, ഫലമില്ല. ദൈവത്തിന് സ്തോത്രം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ യജമാനൻ തോട്ടക്കാരനോട് എന്തിനാ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്, ബലമില്ലാതിരിക്കുന്ന, എന്നാൽ അത് വെട്ടിക്കളഞ്ഞുകൂടെ എന്ന് ചോദിക്കാനിടയായി തീർന്നു. താൻ പറഞ്ഞില്ല, നിൽക്കട്ടെ യജമാനന്, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ അതിലെ കിളച്ച് തടമെടുത്ത് വളമിട്ട് വെള്ളമൊഴിക്കാം, അത് അടുത്ത വർഷം കായ്ച്ചെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നിർജീവമായ നമ്മുടെ ജീവിതാനുഭവം, നിഷ്ഫലമായ നമ്മുടെ ജീവിതാനുഭവം യേശു കർത്താവിന് പോലും എന്തിന് തട്ടിക്കളയട്ടെ അല്ലെ വെട്ടിക്കളയട്ടെ എന്നൊക്കെ തോന്നിയേക്കാം. എങ്കിലും ഒരു തോട്ടക്കാരനുണ്ട്, യഹോവയാകുന്ന ദൈവത്തിനിത് ഇല്ലായ്മ ചെയ്തേക്കാമെന്ന് തോന്നിയേക്കാം. എന്നാൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന ഒരുവനുണ്ട്, നമ്മുടെ വേണ്ടി ജീവനെ മറുവിലയായി ഏൽപ്പിച്ചു കൊടുത്ത ഒരുവനുണ്ട്. അവൻ പറയും, വേണ്ട പിതാവേ, യജമാനനെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മയൊക്കെ അങ്ങനല്ലേ നിർത്തിയിരിക്കുന്നത്. ഫലം കായ്ക്കണമേ, പ്രയോജനമായി തീരട്ടെ, അനുഗ്രഹമാക്കി മാറ്റണം. അതങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിലെല്ലാതൊന്നും കാണായികയാൽ അതവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് യേശു കടന്നു പോകാനിടയായി തീർന്നു. അവരുടെ ശിഷ്യന്മാർ അത് കണ്ടാറ്, അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്നാ പറഞ്ഞ് അവർ ആശ്ചര്യപ്പെട്ടു. യേശുവിന്റെ പിന്നാലെ നടന്നു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായിരുന്നാൽ ഹല്ലേലൂയ ഈ അത്തിയോട് ചെയ്തതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അത് മാത്രമല്ല, ആമേൻ, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോ എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറയാനിടയായി തീർന്നു. അബ്രഹാം വിശ്വസിച്ചു, അവനത് ഏറ്റെടുത്തു. അവന്റെ നിർജീവാവസ്ഥ അവൻ മനസ്സിലായിട്ട് പോലും അതൊന്നും വകവയ്ക്കാതെ യേശു യഹോവയാകുന്ന ദൈവത്തിന്റെ വാക്കിനെ അവൻ ഏറ്റെടുത്തുകൊണ്ട് അവനതിൽ വിശ്വസിച്ചത് കൊണ്ട് ആ ദൈവീക വാഗ്ദത്തം തന്റെ ഉള്ളിൽ, തന്റെ ജീവിതത്തിൽ നിറവേറാനിടയായി തീർന്നു. അവനൊരു തലമുറ ജനിച്ചു, അതിന് ഇസ്ഹാക്ക് എന്ന് പേരിടുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവരെ, നിനക്ക് തലമുറകളില്ലെങ്കിൽ തലമുറകളെ തരുവാൻ പ്രാപ്തനായി നല്ലൊരു കർത്താവുണ്ട്, അവനോട് അടുത്ത് ചെല്ല്. ആമേൻ. ഒരിക്കൽ ആമേൻ യാക്കോബിനോട് റാഹേൽ ചോദിച്ചു, ആമേൻ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് തലമുറകളില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്, നീ എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ യാക്കോബിന്റെ വാക്കിങ്ങനാ, ഹല്ലേലൂയ, സ്തോത്രം, എനിക്കതിന് ശക്തിയില്ല, അത് തലമുറകളെ തരുന്ന ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇസ്ഹാക്കിന്റെ ജീവിതത്തിലും അങ്ങനെ ചോദിച്ചു. റെബേക്ക ചോദിച്ചൊരു ചോദ്യമാ, എനിക്കെന്തുകൊണ്ട് മക്കളില്ല, നീ എന്തുകൊണ്ട് തരുന്നില്ല? റെബേക്കേ, ഞാൻ നിനക്ക് മക്കളെ തരാൻ ഞാൻ യഹോവയാണോ? അല്ലല്ല, നീ യഹോവയോട് പറ. ദൈവത്തിന് സ്തോത്രം. യഹോവയോട് പറഞ്ഞപ്പോൾ അവരുടെ ഗർഭത്തിൽ 2 വംശക്കാരെ ദൈവം കൊടുത്തു. അവിടെ ഇസ്ഹാക്കിന് റെബേക്കയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ. യാക്കോബിനോട് ചോദിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞതനുസരിച്ച് ലേയ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആദ്യം അവിടെ തോഴിമാരെ അല്ലെങ്കിൽ അവിടെ ദാസിമാരെ കൊടുത്തു 2 പേരെ. രണ്ടാമത് അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ച 1ാമത്തെ മകൻ യോസഫ്. രണ്ടാമത് കനാൻ യാത്ര കഴിഞ്ഞ് അവർ ബഥേലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് അവൾക്കൊരു തലമുറയുണ്ടായി. ആമേൻ. അവൾ മരണാസന്നയായി വന്നു. അവൾ ആ വേദനപ്പെട്ടുകൊണ്ട് പ്രസവിക്കുമ്പോൾ സൂര്യകർമ്മിണി പറഞ്ഞു, ഇതൊരു ആൺകുട്ടിയാണ്.
അവന് ബെനൂനി എന്ന പേരിട്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് അവന് ബെന്യാമീൻ എന്നും പേരിട്ടു. ഇന്ന് പകൽക്കാലം രാത്രിക്കാലം കേൾക്കട്ടെ, ദൈവമക്കളെ കേൾക്കണമേ. നിനക്ക് തലമുറകളെ തരാൻ കർത്താവ് ശക്തനാ. ആമേൻ, ഹല്ലേലൂയ. നിനക്ക് തലമുറ ഉണ്ടാകത്തില്ലെന്ന് കണക്ക് പറയുന്നവരെ, വിധി പറഞ്ഞവരെ, അവരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിൽ ഇതേ സമയം അടുത്ത വർഷത്തിൽ ഒരു തലമുറയുടെ കരച്ചിലും അതിന്റെ ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അബ്രഹാമിനെ പോലെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാൻ നീ തയ്യാറാണോ? മറുപടിയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. കർത്താവിന്റെ കൃപ കൂടിയിരിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ നല്ല പിതാവേ, നന്ദിയോടെ ഈ നല്ല സന്ധ്യയുടെ യാമം തന്ന ദൈവത്തിന്റെ മകൻ. ആമേൻ. ഒരു ചെറു സന്ദേശം എളിവരെ പ്രസ്താവിപ്പാനിടയായി. ദൈവമക്കളിൽ ഏറ്റെടുക്കട്ടെ. ദൈവദാസന്മാർ കണ്ടു, ദേവദാസിമാർ കണ്ടു, അവര് പങ്കെടുത്തു. കർത്താവേ, എളിയവന്റെ വാക്കുകളൊന്നുമല്ല, നിന്റെ വാഗ്ദത്തത്തിന്റെ വചനം എടുത്ത് ഒന്ന് ഉദ്ധരിച്ച് പ്രസ്താവിച്ചു എന്ന് മാത്രം. ആമേൻ. ഇതിലൂടെ അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹവും ആശ്ചര്യമായ അനുഭവവും ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമം.